ഹരിപ്പാട്ടെ ശ്രീവത്സം ഗ്രൂപ്പിന്റെ ടെക്സ്റ്റൈൽസിന് മുന്നിലെ കട പൊളിച്ച സംഭവത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുന്നു. അറസ്റ്റിലായ കരാറുകാരനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിനെ ചൊല്ലിയാണ് തർക്കം. ജി സുധാകരൻ MLA ഇടപെട്ടാണ് പ്രതി ചെറായി ഷാജിക്ക് ജാമ്യം നൽകിയതെന്ന് CPM ആരോപിക്കുന്നു. കട പൊളിച്ചത് ചർച്ച ചെയ്യാൻ ഉച്ചകഴിഞ്ഞ് പ്രത്യേക നഗരസഭാ കൗൺസിൽ യോഗം ചേരും. ഹരിപ്പാട് ശ്രീവത്സം ടെക്സ്റ്റൈൽസിന് മുന്നിലെ പെട്ടിക്കട പൊളിച്ചതിൽ വിവാദം കെട്ടടങ്ങുന്നില്ല. ശ്രീവത്സം ഗ്രൂപ്പ് ചെയർമാൻ രാജേന്ദ്രപിള്ള കട പൊളിക്കാൻ കരാറെടുത്ത ചെറായി ഷാജി എന്നിവരെ പ്രതി ചേർത്ത് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പൊളിക്കലിനിടെ നടപ്പാതയുടെ കൈവരി തകർത്ത കേസിൽ പൊതുമുതൽ നശിപ്പിച്ചതിനടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ കരാറുകാരനെതിരെ ചുമത്തി. എന്നാൽ സെഷൻ 4 ഒഴിവാക്കി ഇയാളെ ജാമ്യത്തിൽ വിട്ടതിന് പിന്നിൽ MLA ജി സുധാകരൻ ഇടപെട്ടെന്നാണ് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ആരോപണം. ഇത്രയും വിവാദമായിട്ടുള്ള സംഭവത്തിനകത്ത് സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിട്ടു. വിടാനിടയായത് ഇദ്ദേഹം ജി സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായിയാണ്. യഥാർത്ഥത്തിൽ സുധാകരന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജി സുധാകരൻ ഒരു ചാനലിന് സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പോൾ ആ ചാനലിന് കൊടുത്ത ബൈറ്റാണ്. ആ ബൈറ്റ് ചെറായി ഷാജിയെ ഒപ്പം കാറിനകത്ത് ഇരുത്തിയിട്ടാണ് ശ്രീ സുധാകരൻ ബൈറ്റ് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ശ്രീവത്സം ഗ്രൂപ്പ് ഉടമയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ല. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിലെ ധാരണപ്രകാരം താൽക്കാലിക ഷെഡിന്റെ നിർമ്മാണവും ഇതുവരെ പൂർത്തിയായിട്ടില്ല. കടയുടെ ആധാരമടക്കം വിലപ്പെട്ട രേഖകൾ നഷ്ടമായെന്ന് അശോകൻ പറഞ്ഞു. തൽക്കാലിക ഷെഡ് വെക്കണ്ട, ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഉടനെ പാടപണി തുടങ്ങുവാണ്. വിലപിടിപ്പുള്ള ആധാരമുണ്ട്, സ്വർണ്ണ നഷ്ടപ്പെട്ടു, അതിനൊരു മോതിരം ഉണ്ടായിരുന്നു നടപ്പാവിന്റെ. ഇതിനിടെ മന്ത്രി രമേശ് ചെന്നിത്തല അശോകന്റെ വീട് സന്ദർശിച്ച് സർക്കാർ പിന്തുണ ഉറപ്പു നൽകി. മീഡിയ 1 ആലപ്പുഴ.